ഹരേ കൃഷ്ണ. നാഭിനന്ദേത മരണം നാഭിനന്ദേത ജീവിതം കാലമേവ പ്രതീക്ഷേത നിദേശം മൃതകോ യഥാ. ജനന മരണങ്ങളെപ്പറ്റി ചിന്തയേയില്ല. ഭൃത്യൻ യജമാനന്റെ നിർദ്ദേശത്തെ കാത്തിരിക്കുന്നത് പോലെ യമന്റെ ആഹ്വാനത്തെ കാത്തിരിക്കുന്നു. നിരീഹനും നിഷ്ക്രിയനുമായ മുനി ദുഃഖസ്പർശമില്ലാത്ത ആനന്ദമനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ജന്മമൃത്യുക്കളെ അതിക്രമിച്ച് പരമപദത്തിലെത്തിച്ചേർന്ന് ആനന്ദസ്വരൂപനായി ഭവിക്കുന്നു. അച്ഛനും സഹോദരങ്ങളും അമ്മയായ കുന്തിയോടൊപ്പം യാത്ര പറഞ്ഞിറങ്ങിയതിനു ശേഷം ഘടോത്കചൻ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം ആയുധവിദ്യയിൽ മാത്രമല്ല മായാവിദ്യയിലും അതിയായ വൈദഗ്ധ്യം നേടി. മായാവിദ്യകൾ അഭ്യസിപ്പിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയതും ഗുരുവായതും സ്വന്തം അമ്മയായ ഹിഡുംബിയിൽ നിന്നായിരുന്നു. അതിലൂടെ അദൃശ്യനാകാനും വാനത്തോളമുള്ള ആകാരമെടുക്കാനും അതേസമയം തന്നെ സൂക്ഷ്മ ശരീരിയാകാനും വായുവിലൂടെ ക്ഷണനേരം കൊണ്ട് പറക്കാനും ഘടോത്കചൻ പഠിച്ചു. മഴ പെയ്യിക്കാനും കൊടുംവെയിൽ സൃഷ്ടിക്കാനുമുള്ള മായാവിദ്യകൾ അവൻ തികഞ്ഞ കയ്യടക്കത്തോടെ നേടിയെടുത്തു. കാട്ടിലെ നരഭോജികളായ മൃഗങ്ങൾക്കു വരെ അവൻ രാജാവായിരുന്നു. അങ്ങനെ ആ കാടിൻ്റെ കാവൽക്കാരനായി ഘടോത്കചൻ. നാഗകന്യകയായ അഹിലാവതി എന്ന മൗർവിയെയാണ് ഘടോത്കചൻ വിവാഹം ചെയ്തത്. ഇവർക്കുണ്ടായ പുത്രനാണ് ബർബരീകൻ. ഇന്നത്തെ കാഠ്മണ്ഡു താഴ്വരയിൽ ആകാശഭൈരവനായും രാജസ്ഥാനിലും ഗുജറാത്തിലും ഖാട്ടുശ്യാം എന്ന പേരിലും ആരാധിക്കുന്ന ബർബരീകനെ പറ്റി സ്കന്ദപുരാണം ഇങ്ങനെ പറയുന്നു. പൂർവജന്മത്തിൽ ഒരു യക്ഷനായിരുന്നു ബർബരീകൻ. ദാനവരുടെ ഉപദ്രവത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. ആ ഘട്ടത്തിൽ ഈ യക്ഷൻ അവിടെ സന്നിഹിതനായിരുന്നു. അവൻ അഹങ്കാരത്തോടെ ഇപ്രകാരം പറഞ്ഞു: ദാനവരെ ഒതുക്കുന്നതിന് മഹാവിഷ്ണുവിൻ്റെ ആവശ്യമില്ല, അതിന് ഞാൻ ഒറ്റയ്ക്ക് മതിയാകും. ഇതുകേട്ട് ബ്രഹ്മാവ് കുപിതനായി അവനെ ശപിച്ചു. അടുത്ത ജന്മത്തിൽ നീ വിഷ്ണുവിനാൽ കൊല്ലപ്പെടും. അടുത്ത ജന്മമായിരുന്നു ഭീമപൗത്രനായ ബർബരീകൻ്റേത്. പാപശക്തി കുറയുവാനായി പരാശക്തിയെ ഉപാസിക്കുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഉപദേശിച്ചു. ഒടുവിൽ വിജയൻ എന്ന ബ്രാഹ്മണന്റെ കൃപയാൽ ദേവിയെ പ്രസാദിപ്പിച്ച് ബർബരൻ മഹാജിഹ്വ എന്ന രാക്ഷസിയെയും രേപലേന്ദ്രൻ എന്ന രാക്ഷസനെയും വധിച്ചു. ആ ബ്രാഹ്മണൻ ബർബരന് ശത്രുക്കളുടെ മർമ്മസ്ഥാനത്തെ ഭേദിക്കുന്നതിനായി വിഭൂതി എന്ന ആയുധം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഈ ആയുധം ഇനി വരാൻ പോകുന്ന ഭാരതയുദ്ധത്തിൽ വിപക്ഷീയരായ കൗരവരുടെ നേർക്കുപയോഗിക്കുക. മറ്റൊരിക്കൽ ബർബരീകൻ തൻ്റെ പിതാമഹനായ ഭീമനെ മല്ലയുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയുണ്ടായി. ആളറിയാതെ വന്നുപോയ ആ തെറ്റിൽ മനമുരുകിയ ബർബരൻ ഉടനെ ആത്മഹത്യക്കൊരുങ്ങി. ഉടൻ ദേവി പ്രത്യക്ഷപ്പെടുകയും നീ ശ്രീകൃഷ്ണന്റെ കൈകളാൽ വധിക്കപ്പെടേണ്ടവനാണ് എന്നും ആത്മഹത്യയിൽ നിന്നും പിന്തിരിയണമെന്ന് ഉപദേശിച്ചു. ബർബരീകൻ ഗൃഹത്തിലെത്തിയ ഉടൻ തന്നെ ഹിഡിംബിയോട് പാണ്ഡവരെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഹിഡിംബി തുടർന്നു: പാണ്ഡവരും കുന്തിയും വനത്തിലൂടെ യാത്ര തുടർന്നു. മത്സ്യരാജ്യം, ത്രിഗർത്തദേശം, പാഞ്ചാല രാജ്യം, വിവിധ വനസ്ഥലികൾ എന്നിവയെല്ലാം പിന്നിട്ടു. പട്ടുവസ്ത്രങ്ങൾക്കു പകരം ജടാവൽക്കലധാരികളായി പാണ്ഡവർ. ഒരു നാൾ യാത്രാമധ്യേ വ്യാസമഹർഷിയെ വനത്തിൽ വെച്ചു കണ്ടുമുട്ടി. അദ്ദേഹം അവരെ സമാധാനിപ്പിച്ചതിനു ശേഷം ഇങ്ങനെ കൂട്ടിച്ചേർത്തു: ഇവിടെ അടുത്തു തന്നെ ഏകചക്ര എന്നു പേരായ പുരമുണ്ട്. അവിടെ പോയി നിങ്ങൾ ആരുമറിയാതെ കുറച്ചുകാലം താമസിക്കുവിൻ. ഞാൻ വീണ്ടും വരാം. അതുവരെ സമാധാനമായിരിക്കുവിൻ. ദേശവും കാലവും അറിഞ്ഞു ജീവിക്കുന്നവർക്ക് ക്ലേശങ്ങളെല്ലാം നീങ്ങും, സന്തോഷവും ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞ് സത്യവതീ സുതൻ
അവരെ ഏകചക്രയിലാക്കി കുന്തിയെ സമാധാനിപ്പിച്ചതിനു ശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. ഏകചക്രയിൽ ചെന്ന കൗന്ദേയർ കുറച്ചു ദിവസം ഒരു ബ്രാഹ്മണന്റെ മന്ദിരത്തിൽ താമസിച്ചു. അവർ അവിടുത്തെ നാട്ടിൻപുറവും വനങ്ങളും പൊയ്കകളും പുഴകളും എല്ലാം കണ്ടു നടന്നു, ഭിക്ഷാടനവും ചെയ്തു. അവർ ആ നാട്ടുകാർക്ക് മുഴുവനും പ്രിയരായിത്തീർന്നു. സന്ധ്യാനേരത്ത് ഗൃഹത്തിലെത്തിയാൽ ഭിക്ഷ കിട്ടിയത് മുഴുവനായി അമ്മയുടെ പക്കലേൽപ്പിക്കും. കുന്തി അതെടുത്തു ഭാഗിച്ച് അന്നത്തിൽ പകുതി ഭീമനു നൽകും, ബാക്കി പകുതി അവരെല്ലാവരും ഒരുമിച്ചു ഭക്ഷിക്കും. ഇങ്ങനെ പരന്തപന്മാരായ അവർ കുറച്ചുകാലം അവിടെ സന്തോഷമായി താമസിച്ചു. അന്നൊരു ദിവസം സഹോദരന്മാരെല്ലാവരും ഭിക്ഷാടനത്തിന് പോയെങ്കിലും ഭീമൻ അന്ന് അമ്മയോടൊപ്പം ഗൃഹത്തിലിരുന്നു. അന്നേ ദിവസം ആ ഗൃഹത്തിലുള്ളവരുടെ പെരുമാറ്റത്തിൽ എന്തുകൊണ്ടോ കുന്തിക്ക് ഒരു വ്യത്യാസം തോന്നിച്ചു. അവർ ഭീമനോട് പറഞ്ഞു, പുത്ര, സുഖമായി നമ്മൾ ഈ ബ്രാഹ്മണ ഗൃഹത്തിൽ പാർക്കുന്നു. ഇവരുടെ സത്കാരത്തിലും നമ്മൾ പങ്കുചേരുന്നു. ഈ ഉപകാരം നശിക്കാത്തവയാണ്. ഇവർ ചെയ്ത ഉപകാരത്തേക്കാൾ മഹത്തരമായ ഒരു ഉപകാരം നാം അങ്ങോട്ട് ചെയ്യണം. ഈ ഗൃഹത്തിലുള്ളവർക്ക് എന്തോ ഒരാപത്ത് പിണഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നൽകുന്ന ഉപകാരം അവർക്ക് ഒരാശ്വാസമായിരിക്കും. ഭീമസേനൻ പറഞ്ഞു, അമ്മ പോയി അതെന്താണെന്ന് അന്വേഷിച്ചു വരൂ. എത്ര ദുഷ്കരമായതായാലും നമുക്കത് പരിഹരിച്ച് അവർക്ക് സന്തോഷത്തെ നൽകാവുന്നതാണ്. കുന്തിദേവി അകത്തു ചെല്ലുമ്പോൾ ബ്രാഹ്മണനും ഭാര്യയും മകനും മകളുമെല്ലാം ദുഃഖാർത്തരായി വിലപിക്കുന്നതാണ് കണ്ടത്. അവർ പരസ്പരം കരുതലുള്ളവരും സ്നേഹസമ്പന്നരുമായിരുന്നു. എന്തോ ഒരു വലിയ ആപത്തിലേക്ക് പരസ്പരം എറിഞ്ഞുകൊടുക്കാതെ സ്വയം ആ ആപത്തിലേക്ക് ചാടാനുള്ള മാർഗങ്ങൾ ഓരോരുത്തരും പറയുന്നു. പക്ഷേ ആ സമയം അടുത്തയാൾ അതിനെ ഖണ്ഡിക്കുകയും ഞാനാണ് അതിനുള്ള ഏകമാർഗമെന്ന് സംസാരിക്കുകയും ചെയ്യുന്നതാണ് കുന്തി കണ്ടത്. അവർ വിലപിക്കുകയും സങ്കടപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും ബാക്കി 3 പേർ തൻ്റെ പ്രാണനായതിനാൽ ജീവിച്ചിരിക്കണമെന്ന് പറയുന്നു. അവരെല്ലാവരും ഒരു നാഥനില്ലാത്ത ഗ്രാമത്തിലെ അനാഥത്വം പേറുന്ന പ്രജകളായിരുന്നു. തങ്ങളെ രക്ഷിക്കുവാൻ ആരുമില്ല. അതിനാൽ ഭീകരമുഖമുള്ള മരണത്തിനു വിട്ടുകൊടുക്കാതിരിക്കാൻ അവർ പരസ്പരം ചേർത്തു പിടിക്കുകയും സ്വയം ആ മരണം ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു രംഗമാണ് അന്നുണ്ടായിരുന്നത്. അവരുടെ ദുഃഖം കണ്ടു നിൽക്കാൻ കഴിയാതെ കുന്തിദേവി ചോദിച്ചു, ബ്രാഹ്മണ, എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ദുഃഖിക്കുന്നത്? പരമാർത്ഥമറിഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ദുഃഖം തീർത്തു തരാം. ബ്രാഹ്മണൻ കുന്തിയോട് പറഞ്ഞു, അല്ലയോ തപോധനെ, സജ്ജനങ്ങൾക്കു ചേർന്ന വാക്കാണിത്. എന്നാൽ ഇതിനു പരിഹാരം കാണുവാൻ ആർക്കും സാധ്യമല്ല. ഈ നഗരത്തിനടുത്ത് ഭഗൻ എന്ന നരഭോജിയായ ഒരു രാക്ഷസൻ താമസിക്കുന്നുണ്ട്. ദുർബുദ്ധിയായ ആ രാക്ഷസനാണ് ഈ നഗരം ഭരിക്കുന്നത്. അവൻ ഓരോ ദിവസവും ഒരു വണ്ടി ചോറും 2 പോത്തും ഒരു മനുഷ്യൻ കൊണ്ടുപോയി കൊടുക്കണം. അതാണ് അവൻ്റെ നിയമം. അവൻ ആ കൊണ്ടുവരുന്ന ഭക്ഷണവും കൊണ്ടുപോകുന്ന മനുഷ്യനെയും തിന്നേ തൃപ്തിപ്പെടൂ. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ദിവസവും പോകണം. ഊഴം തെറ്റിച്ചാൽ അവൻ ആ കുടുംബത്തിലെത്തി മുഴുവൻ പേരെയും ഭക്ഷിക്കും. നാളെ ഈ കുടുംബത്തിൻ്റെ ഊഴമാണ്. ഒരാളെ വിലയ്ക്ക് വാങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. ഞാൻ പോകുന്നത് ഭാര്യയും മക്കളും, ഭാര്യ പോകുന്നത് ഞാനും മക്കളും, മക്കൾ പോകുന്നത് ഞാനും ഭാര്യയും സമ്മതിക്കാൻ തരമില്ല. ഞങ്ങളെ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് ആരു രക്ഷിക്കാനാണ്? അതിനാൽ നാളെ ഞങ്ങൾ എല്ലാവരും കൂടി അവൻ്റെ വിശപ്പടക്കാനുള്ള ഭക്ഷണമാകാം എന്ന് കരുതുകയാണ്. കുന്തിദേവി ഇത് കേട്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, മഹാത്മൻ, അങ്ങ് വിഷമിക്കേണ്ട. രാക്ഷസനിൽ നിന്നു രക്ഷപ്പെടുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ശക്തരായ 5 മക്കളുണ്ട്. അവരിലൊരാൾ നാളെ പോകും രാക്ഷസനുള്ള ഭക്ഷണവുമായി. അവനെ നിങ്ങളുടെ പ്രതിനിധിയായി തന്നെ അയക്കാം. ബ്രാഹ്മണൻ സങ്കടത്തോടെ പറഞ്ഞു, അയ്യോ, അതുമാത്രം പാടില്ല. നിങ്ങൾ എൻ്റെ അതിഥികളാണ്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സുഖത്തിനായി നിങ്ങളെ ബലി കൊടുക്കുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല.
അത് പ്രായശ്ചിത്തമില്ലാത്ത മഹാപാപമാണ്. ഞാനത് സമ്മതിക്കില്ല. കുന്തിദേവി ഇതു കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട. എൻ്റെ പുത്രൻ ഉഗ്രവീര്യനും തേജസ്വിയും അതിബലവാനുമാണ്. രാക്ഷസന് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഭീമൻ ആ രാക്ഷസനെ വകവരുത്തുന്നതാണ്. ഇതുപോലെയുള്ള അനേകം ദുഷ്ടരായ രാക്ഷസരുടെ കഥ കഴിച്ചിട്ടുള്ളവനാണ് എൻ്റെ പുത്രൻ. അതിനാൽ അവൻ പോകട്ടെ. അവൻ നിങ്ങളെയും ഈ നഗരത്തെയും ബകാസുരനിൽ നിന്ന് രക്ഷിക്കും. കുന്തിദേവിയുടെ അമൃതോപമങ്ങളായ വാക്കുകൾ കേട്ട് അവർ സന്തുഷ്ടരായി. ദേവി ഇക്കാര്യം ഭീമസേനനെ അറിയിച്ചു. പൃഥാസുതൻ പിറ്റേന്നു പോകാനായി ഇന്നേ തയ്യാറെടുത്തു. പിറ്റേന്ന് 2 പോത്തുകളെ കെട്ടിയ വണ്ടിയിൽ നിറച്ചു ഭക്ഷണവും എടുത്തു വനത്തിലേക്ക് ഭീമസേനൻ പുറപ്പെട്ടു. ഭഗനെ പേരെടുത്തു ഉറക്കെ വിളിച്ചലറിക്കൊണ്ട് ഭീമൻ തൻ്റെ വരവ് കാടിനെയും കാടനെയും അറിയിച്ചു. പിന്നീട് ഒരു കൂസലുമില്ലാതെ കൊണ്ടുവന്ന ഭക്ഷണം മുഴുവൻ ഉരുളയുരുട്ടി ഭക്ഷിക്കുവാൻ തുടങ്ങി. മനുഷ്യനായ ഒരുവൻ തന്നെ അവഗണിക്കുന്നത് കണ്ട് ഭഗൻ ഇങ്ങനെ അലറി, എടാ മൂഢ, എൻ്റെ ഭക്ഷണം തിന്നു തീർക്കുന്ന നീ ആരാണ്? യമസദനത്തിലേക്ക് പോകാൻ തിടുക്കം കൂട്ടുന്ന ദുർബുദ്ധിയും വിഡ്ഢിയുമായ നിന്റെ കഥ ഞാൻ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കുന്നുണ്ട്. ഭീമൻ അത് കേട്ട ഭാവമേ നടിച്ചില്ല. ഭോജനം തുടർന്നു. രാക്ഷസൻ കൂടുതൽ കോപാന്ധനായി. ഭഗൻ ഭീമനു നേരെ ആഞ്ഞടുത്തു. ഭഗൻ ഭീമന്റെ പുറത്തു ശക്തിയായി പ്രഹരിച്ചു. ഭീമന് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. ഇരുന്ന ഇരിപ്പിൽ ഭക്ഷണം മുഴുവൻ കഴിച്ച് കൈയും മുഖവും കഴുകി വന്ന് ഭഗനോട് എതിർക്കാൻ തയ്യാറായി. പിന്നീട് അതിഭയങ്കരമായ യുദ്ധം നടന്നു. അവസാനം ഭീമൻ ഭഗനെ മർദ്ദിച്ചവശനാക്കി. വീണ്ടും വീണ്ടും പ്രഹരിച്ച് ഭീമന്റെ പ്രഹരത്താൽ രാക്ഷസൻ ചോര ഛർദിച്ച് അലറിക്കൊണ്ട് പ്രാണൻ വെടിഞ്ഞു. ഭഗന്റെ അലർച്ച കേട്ട് മറ്റു രാക്ഷസരും ഓടി വന്നു. അവരാകെ ഭയചകിതരായി. ഭീമൻ അവരോട് ആക്രോശിച്ചു, ഇനി നിങ്ങളാരും മനുഷ്യരെ ഉപദ്രവിക്കരുത്. ഉണ്ടായാൽ നിങ്ങളുടെ വിധിയും ഇതുതന്നെ ആയിരിക്കും. അവർ അപ്രകാരം സമ്മതിച്ചു. ഭഗന്റെ ശവശരീരം ഏകചക്രയിൽ തെരുവിൽ ജനങ്ങൾക്കു കാണുവാനായി ഭീമൻ കൊണ്ടുവച്ചു. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. പുരോഹിതരും ശ്രേഷ്ഠരായ പൗരപ്രമുഖരും അനുഗ്രഹിച്ചു. ബ്രാഹ്മണനും കുടുംബവും സന്തുഷ്ടരാകുകയും ചെയ്തു. പിന്നീട് സമാധാനത്തിൻ്റെ നാളുകളായിരുന്നു. മറ്റൊരു നാൾ സഞ്ചാരിയായ ഒരു ബ്രാഹ്മണൻ ആ ഗൃഹത്തിൽ അതിഥിയായി എത്തി. രാത്രി ഭക്ഷണശേഷം താൻ സഞ്ചരിച്ച പല രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ സവിശേഷതകളെക്കുറിച്ചും സരസമായി പറയുവാൻ തുടങ്ങി. പാണ്ഡവരും ആ കഥകൾ കേൾക്കാൻ സന്നിഹിതരായിരുന്നു. അന്ന് പാഞ്ചാല രാജ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. സംസാരത്തിൽ ദ്രോണാചാര്യരെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. അത് പാണ്ഡവരിൽ ജിജ്ഞാസ വളർത്തി. തൻ്റെ മുന്നിലിരിക്കുന്ന മഹാരഥർ ആരെന്നറിയാതെ ബ്രാഹ്മണൻ ദ്രോണരുടെ ജീവിതകഥയും ദ്രുപദനെ പാണ്ഡവർ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുപോയി ദ്രോണർക്കു മുമ്പിൽ എത്തിച്ചതും ദ്രുപദന്റെ അപമാനഭാരം വർദ്ധിച്ചതും വിവരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ കഥ തുടർന്നു. ദ്രുപദന് 2 ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ദ്രോണനെ നിഗ്രഹിക്കുവാൻ എനിക്ക് ശക്തനായൊരു പുത്രൻ വേണം. 2, പൗരുഷശാലിയായ അർജുനനോട് ബന്ധം സ്ഥാപിക്കണം. അതിന് അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാൻ പറ്റിയ ഒരു പുത്രിയും തനിക്കുണ്ടാകണം. എന്നാൽ ഇതിൽ പ്രബലത ആദ്യത്തേതിനായിരുന്നു. വെറും ക്ഷാത്രബലം കൊണ്ട് ദ്രോണരെ തനിക്ക് തോൽപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് ദ്രുപദൻ അറിയാമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ സഹായിക്കുവാൻ കഴിവുള്ള ബ്രഹ്മർഷിമാരായ ബ്രാഹ്മണരെ അദ്ദേഹം അന്വേഷിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ ഗംഗാതീരത്തുകൂടി നടക്കുമ്പോൾ യാജനെന്നും ഉപയാജനെന്നും പേരായ 2 വിശിഷ്ട ബ്രാഹ്മണരെ കണ്ടു. ശാന്തശീലരും താരണേയന്മാരും സംഹിതാധ്യയനം ചെയ്യുന്നവരും കശ്യപ ഗോത്രജരും തുല്യരൂപരുമായ മഹർഷി സത്തമരെ രാജാവ് വന്ദിച്ചു. സർവവിധ സൽക്കാരങ്ങളും നൽകി ആദരിച്ചു. തൻ്റെ ആഗ്രഹം അനുജനായ ഉപയാജനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു.
അദ്ദേഹം ഉടൻ തന്നെ ജ്യേഷ്ഠനായ യാജനോടും ഇതേ ആഗ്രഹം ആവർത്തിച്ചു. ദ്രുപദൻ പറഞ്ഞു, മഹർഷേ, ഞാൻ 1,00,000 പശുക്കളെ അങ്ങേക്കു നൽകാം. യാജ, എന്നെ യജിപ്പിക്കുക. ഭരദ്വാജ പുത്രനായ ദ്രോണരോട് എതിർക്കാനുള്ള ക്ഷാത്രവീര്യം എന്നിലുണ്ടെങ്കിലും ബ്രഹ്മ തേജസ് എനിക്കില്ല. 6 മുഴം വലിപ്പമുണ്ട് ദ്രോണന്റെ വില്ലിന്. ക്ഷത്രവർഗത്തെ മുച്ചൂടും മുടിക്കുവാൻ ഭാർഗവരാമനെ പോലെ ഒരുങ്ങി നിൽക്കുന്ന അവന്റെ അസ്ത്രശക്തി വിവരണാതീതമാണ്. അതിനാൽ ബ്രഹ്മജ്ഞനായ ദ്രോണരെ വധിക്കുവാൻ അന്തകനായി ദുർജയനായ ഒരു പുത്രൻ എനിക്കുണ്ടാകണം. ബ്രാഹ്മണൻ യജ്ഞം ചെയ്യാമെന്നേറ്റു. പുത്രോൽപത്തിക്കായുള്ള യാഗക്രമം വിവരിച്ചു കൊടുത്തു. യാഗം തുടങ്ങി. ഉപയാജനും സഹായിക്കാനുണ്ടായിരുന്നു. ആഹവനാന്തത്തിൽ രാജ്ഞിയെ അദ്ദേഹം വിളിച്ചു. ഹേ ദേവി, അടുത്തു വരൂ. നിനക്ക് 2 മക്കൾ ഇരട്ടയായി ജനിക്കും. ഈ ഹവ്യം നീ സ്വീകരിക്കൂ. ഉടനെ അവർ പറഞ്ഞു, ഞാൻ മുഖത്തു ജലം തെളിച്ചു ശുദ്ധി വരുത്തട്ടെ. അവലേപമുണ്ട്, ദേഹത്ത് അംഗരാഗ സുഗന്ധവുമുണ്ട്. ദേഹശുദ്ധി ചെയ്തു ഞാൻ ഉടനെ എത്താം. യാജൻ പറഞ്ഞു, രാജ്ഞി, യാജൻ പാകം ചെയ്ത ഹവ്യമാണിത്. ഉപയാജൻ ജപിച്ചതുമാണ്. അതുടനെ ഫലിക്കാതിരിക്കില്ല. നീ വന്നാലും കൊള്ളാം, നിന്നാലും കൊള്ളാം. യാജൻ സംസ്കാരം ചെയ്ത ആഹുതി അഗ്നിയിലേക്ക് തന്നെ ഹോമിച്ചു. ഉടൻ അഗ്നിയിൽ നിന്നും ദേവകൽപ്പനായ ഒരു രാജകുമാരൻ ഉയർന്നു വന്നു. ജ്വാലാവർണ്ണൻ, ഘോരരൂപൻ, കിരീടവും ചട്ടയും ധരിച്ചവൻ. ആ കുമാരൻ വാളും വില്ലും അമ്പുമെടുത്ത് അട്ടഹാസം മുഴക്കി ക്ഷണനേരം കൊണ്ട് അവിടമെല്ലാം തേരിൽ ചുറ്റി സഞ്ചരിച്ചു. ഉടനെ ഒരു അശരീരി വാക്യമുണ്ടായി, ഇവൻ പാഞ്ചാല്യർക്കു യശസ്കരൻ. ഈ രാജപുത്രൻ രാജാവിൻ്റെ ദുഃഖവും ഭയവും തീർക്കും. ഇവൻ ദ്രോണരെ കൊല്ലുവാൻ ജനിച്ചവൻ. എല്ലാവരും അത്യാനന്ദം പൂണ്ടു. വീണ്ടും എല്ലാവരുടെയും കണ്ണുകൾ യാഗാഗ്നിയിലേക്ക് നീണ്ടു. ഇനി വരുന്നവൾ പെൺകുഞ്ഞല്ലേ? അവൾ ആരായിരിക്കും? അവളുടെ രൂപം എങ്ങനെയായിരിക്കും? എല്ലാവരും അക്ഷമയോടെ ഹോമാഗ്നിയിലേക്ക് നോക്കവേ, പാഞ്ചാല രാജ്യത്തെ ഒന്നടങ്കം വിസ്മയത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉത്തുംഗതയിലെത്തിച്ച് അവൾ ആ മണിവേദിയിൽ ഉദിച്ചുയർന്നു വന്നു. ദേവദേവൻ വീണ്ടുമോദിയേവം മുനികന്യകയ്ക്കായി 5 വട്ടം പറഞ്ഞു, നീ പതിയെ തരികെന്നുമാം അന്യജന്മം പൂണ്ട് നിനക്കെന്നുക്തിപ്പടിയൊത്തിടും. അഷ്ടലക്ഷ്മിമാരിൽ വിജയലക്ഷ്മിയുടെ അംശമായ ശചീദേവി, ഐന്ദ്രന്മാരാൽ പാണിഗ്രഹണം ചെയ്തവൾ. അവൾ കൃഷ്ണ. വൈശമ്പായന മഹർഷി ഒന്ന് നിർത്തി വീണ്ടും കഥ തുടരുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.